അല്ല നസീർ സാറിന്റെ സ്വന്തം ബ്രദറിന്റെ മകൻ ലൈം ലൈറ്റിൽ നിൽക്കുമ്പോൾ എല്ലാവരും ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവില്ല എന്നുള്ളത് സീരിയസിൽ നിന്നും കിട്ടിയ വിവരം വെച്ചിട്ടാണ് പറഞ്ഞത്. വളരുമ്പോ നമുക്ക് ശത്രുക്കൾ കൂടിക്കൊണ്ടിരിക്കും. ഈ ചെയ്യാൻ പോകുന്നത് നമ്മൾ നടന്നിട്ട് പറഞ്ഞാൽ പറ്റും, ഒരു തള്ളിയിടുന്നു. ചേട്ടാ, എനിക്ക് ചോദിക്കാനുള്ളതേ, ഇപ്പം ഈ ഒരു പ്രസ്താവന ഇങ്ങനെ നിലനിന്ന സമയത്ത് ചേട്ടൻ ഈ സിനിമ ഇങ്ങനെ നടക്കുമായിരുന്നു. ആ ടൈമിൽ അല്ല അതല്ല ചേട്ടൻ ആ സമയത്ത് ഇതിൽ നിന്ന് കിട്ടിയ ഒരു എന്തായിരുന്നു, ഈ ഒരു സഹപ്രവർത്തകരിൽ നിന്ന് കിട്ടിയ ഒരു നമ്മൊരു പ്രശ്നം വരുമ്പോഴാണല്ലോ അത് എങ്ങനെയായിരുന്നു ചേട്ടൻ ഇത് മറികടക്കാനായിട്ട് എത്രത്തോളം ഇവര് ചേട്ടന്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു? എന്നറിയാവുന്ന എല്ലാവരും എൻ്റെ കൂടെ നിന്നു. മലയാള സിനിമയിൽ 505 പേര് അമ്മയിലുണ്ട്. അതിൽ 1-2 പേര് മാത്രം മോശമായിട്ട് പറഞ്ഞു. ബാക്കി എല്ലാവർക്കും എന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് വേറെ സിനിമാ താരങ്ങളൊന്നും നിങ്ങൾ കണ്ടിരുന്ന വേറെ 2 പേര് വിളിച്ചു, വേറെ ആരും പറഞ്ഞില്ല. അത് എന്റെ ഉദ്ദേശം എന്താണെന്നുള്ള കൃത്യമായിട്ട് അറിയാവുന്ന സുഹൃത്തുക്കളാണ് അവർ. എന്നെ അറിയാവുന്നവർ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ള മനസ്സിലായി. പക്ഷെ അത് വളച്ചൊടിച്ച് വേറെ രീതിയിലേക്കൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അത് ക്ലിയർ ചെയ്യാനായിട്ട് ഒരു അവിടുന്ന് ഒരു സോറിയുടെ ഒരു വീഡിയോ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ വന്നിട്ട് കൃത്യം നസീർ സാറിന്റെ ഫൗണ്ടേഷനിൽ ആയിട്ട് അവരായിട്ട് ചർച്ച നടത്തി. അവരെന്നെ ക്ഷണിച്ചിരുന്നു. സുരേഷ് കുമാർ എന്ന് പറഞ്ഞ മാനേജർ എന്റെ സഹോദരന്റെ പോലെയാണ്. എന്റെ ഏത് പ്രശ്നങ്ങൾക്കും എന്നെ ഹെൽപ്പ് ചെയ്യുന്നവരാണ്. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ വർഷങ്ങളായിട്ട് ആദ്യമായിട്ട് സിനിമ ചാൻസ് വയ്ക്കുന്ന ആളൊക്കെ അവിടെ തന്നെ രഞ്ജിത് സാറിനെ പരിചയപ്പെടുന്നു. അപ്പൊ അവരൊക്കെ എന്റെ കൂടെ നിന്നു. അവർക്കറിയാം. അവര് പറഞ്ഞത് നസീർ സാറിന്റെ സ്വന്തം ബ്രദറിന്റെ മകൻ ഫൈസലേക്ക്, പിന്നെ ഫൗണ്ടേഷനിലെ ട്രഷറിന് അവര് പറഞ്ഞു ഞങ്ങള് ഈ നല്ല സ്വഭാവം പഠിച്ചത് നസീർ സാറിൽ നിന്നാണ്. ബാക്കി ചീത്ത പറഞ്ഞവര് പറഞ്ഞോളൂ, ഞങ്ങൾ പറയില്ല, കാരണം നസീർ സാർ അതാ പഠിപ്പിച്ചത്. അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് ഞാൻ മോശം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോശമല്ല. ഞാൻ പറഞ്ഞത് ലൈം ലൈറ്റിൽ നിൽക്കുമ്പോൾ എല്ലാവരും ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവില്ല എന്നുള്ളത്. ഞാൻ എന്റെ ഗുരുതുല്യരായിട്ടുള്ള സീരിയസിൽ നിന്നും കിട്ടിയ വിവരം വെച്ചിട്ടാണ് പറഞ്ഞത്. പക്ഷെ അത് ഇത്രയും വിശ്വാസയോഗ്യമായിട്ട് നമ്മൾ എടുക്കും പലതും. പറഞ്ഞവരാരും പിന്നീട് അത് സമ്മതിച്ചു തന്നിട്ടില്ല. ചേട്ടൻ മനസ്സിലിരിക്കാതെ അങ്ങ് പറഞ്ഞു. നമ്മളിപ്പോ ഓരോ എല്ലാ സ്റ്റാർസും അങ്ങനെയാണല്ലോ, ഒരു സമയത്ത് ലൈം ലൈറ്റിൽ നിൽക്കുമല്ലോ. അതാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ ഒരാളെ തേജോധം ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സവാചാകർമ്മണം ഞാൻ പറഞ്ഞു. പക്ഷെ നമ്മളുടെ വ്യക്തി ഇപ്പൊ വളരുമ്പോ നമുക്ക് ശത്രുക്കൾ കൂടിക്കൊണ്ടിരിക്കും. വളർത്തുന്ന ദൈവമാണ്. നമ്മളെ നശിപ്പിക്കാൻ, എന്നെ നശിപ്പിക്കാൻ എനിക്ക് മാത്രമേ പറ്റുള്ളൂ, ബാക്കി ആർക്കും സാധിക്കില്ല. ദൈവം എന്തായാലും നശിപ്പിക്കില്ല. നമ്മള് എത്ര അറ്റാക്ക് വന്നാലും ഞാൻ അത് സർവൈവ് ചെയ്ത് വരുന്നത് കൊണ്ട് തന്നെയാണ്. ഇങ്ങനൊരു പ്രശ്നം കേട്ട സമയത്ത് ചേട്ടൻ പ്രതീക്ഷിക്കാത്ത ആളുകൾ തന്നെ ചേട്ടനെ വിളിച്ച് അത് കുഴപ്പമില്ല ഒരുപാട് പേര് സപ്പോർട്ട് പറഞ്ഞിരുന്നു. എല്ലാവർക്കും മനസ്സിലായി. അതെല്ലാം പറഞ്ഞു. അമ്മയിലുള്ള 1-2 പേര് ഒഴിച്ചു വേറെ ആരും എന്നെ തള്ളി പറയുകയോ മോശമായിട്ട് പറയുകയോ എല്ലാവർക്കും മനസ്സിലായി. അവരായിട്ടൊക്കെ ഞാൻ പേഴ്സണലി ബന്ധമുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ എല്ലാവരും നേരത്തെ അങ്ങോട്ടുണ്ടായിരുന്നു. എന്നെ അടുത്തറിയാവുന്നവര് എന്നെ പറയില്ല ഇങ്ങനെ പറ്റിയതായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി. ഇപ്പൊ നിലവില് വേറെ പ്രോജക്ട് എന്തെങ്കിലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? അല്ല, ഇനിയിപ്പോ പെരുങ്കളിയാട്ടം എന്ന് പറഞ്ഞ് ജയരാജ് സാറിന്റെ പടം റിലീസ് ചെയ്യുന്നത്. അതില് ഒരു ഫുൾ ലെങ്ത് എന്റെ ഒരു അടുത്തൊരു ഗിയർ ഷിഫ്റ്റ് ആണ് ആ വേഷം. അതൊരു വലിയ റിലീസാണ്. പിന്നെ ചേരാന്ന് പറഞ്ഞ നിമിഷ സജീനും റോഷൻ മാത്യൂസും കൂടി സിനിമ, അതിൽ വള്ളിയിലച്ഛനാണ്. പിന്നെ ഇപ്പൊ ഡബിങ് നടക്കണം ഓട്ടംതുള്ളൽ എന്ന് പറഞ്ഞു മാർത്താണ്ടല്ലോ. അതില് ഞങ്ങൾ 5-6 പേര്, കൂട്ടേട്ടൻ, ചേട്ടനുണ്ട്, ഷാജോനുണ്ട്, അരിശ്രീ ചോദൻ, വിഷ്ണു കൃഷ്ണൻ, ഞാൻ, അങ്ങനെ 5-6 പേര് വെച്ചിട്ട് പിന്നു ശശിറാം എഴുതിയ പടം മാർത്താണ്ടൻ സംവിധാനം. അതൊക്കെയാണ് ഇനി റിലീസാണ്. ഈ ചെയ്യാൻ പോകുന്നത് നമ്മൾ നടന്നിട്ട് പറഞ്ഞാൽ പറ്റും, ഒരു തള്ളിയിടുന്നു. എന്തെങ്കിലും ഒരു ഡ്രീം ക്യാരക്ടർ പണ്ട് മുതലേ, അതായത് എല്ലാം ഡ്രീമല്ല, വരാനിരിക്കുന്നതാണ് ഡ്രീം ക്യാരക്ടർ. ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ട് എന്തായാലും നമ്മൾ ചിന്തിക്കത്തില്ലേ ഇങ്ങനെ ഒരു ക്യാരക്ടർ? അങ്ങനെയൊന്നും ചിന്തിക്കണില്ല, വരുന്നത് എന്റെ വരും. ഓക്കെ ചേട്ടാ, താങ്ക് യു.